ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. ഞാൻ ആദ്യം സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ നീളമുള്ള ചെറിയ അരിയല്ല, നീളമുള്ള അരിയാണ്. അരി ആദ്യം വേവിച്ച് വേറെ സെപ്പറേറ്റ് വേവിച്ച് വെക്കുക. അതായത് വെള്ളത്തിൽ ഇട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല, ആദ്യം അരി വേവിച്ചെടുക്കുക. അതിന് കലത്തിലേക്ക് അരി 3-4 പ്രാവശ്യം കഴുകി അതും നാരങ്ങ നീര് ഉപ്പും ഇട്ട് അത് വേവിച്ച് ഊറ്റി വെക്കും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അതാണ് എളുപ്പമേ. ഞാൻ പെട്ടെന്ന് മക്കൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന റൈസാണ് ഇത്. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ താമസിച്ച് എണീക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുന്ന ഫുഡായത്. ഇത് ഉണ്ടാക്കാൻ വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ അരിക്കധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങളൊന്നും വേണമെന്നില്ല. നമ്മൾ ഉള്ള പച്ചക്കറികൾ മാത്രം മതി. ഞാനിപ്പോൾ മസാലക്കൂട്ടെല്ലാം ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞതും പിന്നെ നമ്മുടെ ക്യാരറ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതും ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും എല്ലാം ഇട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ടേ. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല പീസാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറും സോയാ സോസൊക്കെ ഓപ്ഷനിലാണ്. അത് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അതിട്ട് കൊടുക്കുന്നു. അതുകൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ബട്ടർ ഒരു ടേസ്റ്റ് മേക്കർ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിട്ട് കഴിയുമ്പം. അപ്പോൾ അത് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.